Hi all, welcome to LearnWise. ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ച് എസ്പെഷ്യലി ഡിഗ്രി PG പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇപ്പൊ സ്ഥിരമായിട്ട് കേട്ടുവരുന്ന ന്യൂസുകളിലും അതുപോലെ തന്നെ മറ്റ് വീഡിയോസിലും ഒക്കെ ആയിട്ട് തന്നെ നിങ്ങൾ കേൾക്കുന്ന ഒരു ഷോർട്ട് ഫോം ആണ് ABC എന്നുള്ളത്, അഥവാ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ്. ഇഗ്നോ സംബന്ധിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. സോ എല്ലാ വിദ്യാർത്ഥികളും ഇപ്പോൾ നിലവിൽ ABC ID ഉണ്ടാക്കുകയും അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് ID ഉണ്ടാക്കുകയും അതിലൂടെ അവരവരുടെ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയുമായിട്ട് അത് ലിങ്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരു കാര്യം നടന്നു വരുന്നുണ്ട്. അത് ഇഗ്നോയിലെ വിദ്യാർത്ഥികളും ചെയ്യേണ്ടതുണ്ട്. സോ എങ്ങനെ ഇഗ്നോയിലേക്ക് വരുമ്പോൾ നമുക്കൊരു ABC ID ക്രിയേറ്റ് ചെയ്യാം? ഡിജി ലോക്കർ ആദ്യം തന്നെ നമ്മളൊന്ന് ഫെമിലിയർ ആവേണ്ടുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ്. ഡിജി ലോക്കർ കയറിയിട്ടാണ് നമ്മൾ ABC ID ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അതിന് മുമ്പായിട്ട് ഡിജി ലോക്കർ ഇല്ലെങ്കിൽ നമ്മൾ ഡിജി ലോക്കർ ഉണ്ടാക്കണം. ഇതെല്ലാം തന്നെ വളരെ സിമ്പിൾ പ്രൊസീജിയേഴ്സ് ആണ്, ഒന്നും തന്നെ പേടിക്കേണ്ടതില്ല. ആ ഒരു ലളിതമായ പ്രൊസീജിയേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരിക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ആദ്യം തന്നെ നമുക്ക് ഡിജി ലോക്കറിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു ABC ID ഉണ്ടാക്കണം. ഈ ABC ID നമ്മൾ ഇഗ്നോ സമർത്ഥ് പോർട്ടലിൽ കയറിയിട്ട് ലിങ്ക് ചെയ്യണം. ഇത്രയുമാണ് പരിപാടികൾ. അപ്പൊ ABC ID എന്തുകൊണ്ട് പ്രയോജനപ്പെടുന്നു, അല്ലെ എന്തിനാണ് അത് ഉപയോഗിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ നിങ്ങൾ ഏത് കോഴ്സ് പഠിച്ചു, ആ കോഴ്സിന് വാലിഡിറ്റി ഉണ്ടോ എന്നുള്ളതൊക്കെ തന്നെ ഈ ABC IDയിലൂടെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഗവൺമെന്റ് ഭാഗത്തുനിന്ന് കൃത്യമായിട്ട് എല്ലാ വിദ്യാർത്ഥികളും ABC ID ഉണ്ടാക്കണമെന്നും അവരുടെ യൂണിവേഴ്സിറ്റി ലിങ്ക് ചെയ്യണമെന്നും പറയാൻ കാരണം, ഓരോ യൂണിവേഴ്സിറ്റിയിലും പഠിക്കുന്ന കുട്ടികൾ എത്രത്തോളം ക്രെഡിറ്റ്, ഇപ്പൊ ഇഗ്നോനെ സംബന്ധിച്ച് വ്യത്യസ്ത കോഴ്സുകൾ നിങ്ങൾക്കറിയാം. നിങ്ങൾ എടുക്കുന്ന പല കോഴ്സുകളും 4 ക്രെഡിറ്റും 2 ക്രെഡിറ്റും 6 ക്രെഡിറ്റും 8 ക്രെഡിറ്റും ഒക്കെ തന്നെ കോഴ്സുകളാണ്. അപ്പൊ ഓരോ കോഴ്സും പാസ്സാവണമെങ്കിൽ ഇത്ര ക്രെഡിറ്റ് നിങ്ങൾ നേടണമെന്നുണ്ട്. അതോർത്ത് നിങ്ങൾ പേടിക്കേണ്ടതില്ല. അതനുസരിച്ച് തന്നെയാണ് കോഴ്സുകൾ ഓരോന്നും സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. 4 പേപ്പർ എടുക്കാൻ പറയുന്നത് ആ ഒരു വർഷം ഇത്ര ക്രെഡിറ്റ്, അല്ലെ ആ ഒരു സെമസ്റ്ററിൽ ഇത്ര ക്രെഡിറ്റ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ക്രെഡിറ്റുകളെ പറ്റി നിങ്ങൾ ഒരുപാട് ചിന്തിക്കേണ്ടതില്ല. നമ്മളെ സംബന്ധിച്ച് ABC ID ഉണ്ടാക്കുക, ഈ ABC ID ഇഗ്നോ സമർത്ഥ് പോർട്ടലിൽ ലിങ്ക് ചെയ്യുക. ഇത്രയാണ് പ്രധാനപ്പെട്ട പരിപാടികൾ. അതിലേക്ക് നമുക്ക് ഒട്ടും സമയം കളയാതെ കടക്കാം. ഇതിനായിട്ട് നിങ്ങൾ എടുത്തു വെക്കേണ്ടത് നിങ്ങളുടെ മൊബൈലിനായിരിക്കും മിക്കവാറും എല്ലാവരും ചെയ്യുന്നത്. സോ നമ്മൾ മൊബൈലിൽ തന്നെയാണ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് കാണിക്കുന്നത്. ഇനിയിപ്പം ലാപ്ടോപ്പെന്നോ അല്ലെ കമ്പ്യൂട്ടറിനോ ഒക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. പ്രൊസീജിയേഴ്സ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. നിങ്ങൾക്ക് വേണ്ട ഡോക്യുമെന്റ്സ് ഓൾമോസ്റ്റ് സെയിം ആണ്. നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതുകൂടാതെ നിങ്ങളുടെ ആധാർ കാർഡ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ആധാർ കാർഡിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസും നിങ്ങളുടെ ഇഗ്നോയിൽ രജിസ്ട്രേഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസും ഒന്നാണെന്നുള്ളത് ഉറപ്പുവരുത്തണം. അതല്ലാത്ത പക്ഷം നമുക്ക് ഡിജി ലോക്കറിന് ചിലപ്പം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് മുന്നോട്ട് പോകാതിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പലപ്പോഴും ആധാർ കാർഡിൽ ഇപ്പൊ എന്റെ പേര് അഭയ് പ്രകാശ് എന്നാണെങ്കിൽ അഭയ് P എന്നായിരിക്കും ചിലപ്പം കിടക്കുന്നത്. പക്ഷെ ഇഗ്നോയിൽ രജിസ്ട്രേഷനിലേക്ക് വരുമ്പോൾ ഞാൻ ഒരിക്കലും അതായിരിക്കില്ല ചെയ്യുക. അഭയ് പ്രകാശ് എന്നുള്ള മൊത്തം പേര് അവിടെ ഉണ്ടാവും. അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ പലപ്പോഴും ഒരു മിസ്മാച്ച് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ഇവിടെ അഭയ് P ആണ്, ഇവിടെ അഭയ് പ്രകാശ് ആണ്. പക്ഷെ ഇഗ്നോയിൽ കയറിയിട്ട് അത് മാറ്റുക എന്നുള്ളത് കുറച്ച് പാടുപെട്ട പണി ആയതുകൊണ്ട് തന്നെ ആധാർ കാർഡിൽ നമുക്ക് അത് എപ്പോൾ വേണമെങ്കിലും മാറ്റാം എന്നുള്ളൊരു നമുക്ക് അങ്ങനെ ഒരു ആനുകൂല്യമുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ആധാർ കാർഡിലെ ഡീറ്റെയിൽസ് മാറ്റാൻ തന്നെ ശ്രമിക്കുക. അത് മാത്രമേ ഉള്ളൂ ഇതിൽ കുറച്ചെങ്കിലും നിങ്ങളെ ഒന്ന് ഓടിക്കുന്ന പരിപാടി. ബാക്കിയെല്ലാം വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒട്ടും സമയം കളയാതെ എങ്ങനെ ഡിജി ലോക്കർ അക്കൗണ്ട് ഉണ്ടാക്കാം എന്നുള്ള കാര്യത്തിൽ നമുക്ക് കിടക്കാം. ആദ്യം തന്നെ പ്ലേ സ്റ്റോറിനോ ആപ്പ് സ്റ്റോറിനോ നിങ്ങൾ ഡിജി ലോക്കർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഡിജി ലോക്കർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് സൈൻ അപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഡിജി ലോക്കർ ഓപ്പൺ ആക്കുക. ഡിജി ലോക്കർ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിനോ ആപ്പ് സ്റ്റോറിനോ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പലരും ഓൾറെഡി സൈൻ ഇൻ ചെയ്തിട്ടുള്ളവരുണ്ടാവാം, ഒരുപാട് ആൾക്കാർ സൈൻ ഇൻ ചെയ്തിട്ടുണ്ടാവണമെന്നില്ല. ഒന്നും പേടിക്കാനില്ല. നമുക്ക് ഇപ്പൊ തന്നെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. കയറി കഴിഞ്ഞ ഉടനെ തന്നെ എക്സ്പ്ലോർ മോർ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കാണാം. ഗെറ്റ് സ്റ്റാർട്ടഡ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ ഇൻ, അതുപോലെ തന്നെ ക്രിയേറ്റ് അക്കൗണ്ട്, 2 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ഏതാണ്? ക്രിയേറ്റ് അക്കൗണ്ട് ആണ് കൊടുക്കേണ്ടത്. ക്രിയേറ്റ് അക്കൗണ്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ ഫുൾ നെയിം കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, അതുപോലെ തന്നെ ജെൻഡർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതാണ് ആദ്യത്തെ 3 ഓപ്ഷൻസ്. ഇതിൽ ആദ്യമേ പറയാനുള്ളത് നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റ് ഒക്കെ അനുസരിച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫുൾ നെയിം ഫില്ല് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ പിന്നെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ആധാറിലെ പേര് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമുക്ക് മാറ്റാൻ പറ്റും. എപ്പോൾ വേണമെങ്കിലും നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിന്റെ ഒറിജിനൽ ഡോക്യുമെന്റ്സുമായിട്ട് പോയാൽ മാത്രം മതി. പക്ഷേ ഈ ഡിജി ലോക്കറിലെയും അതുപോലെ തന്നെ ഇഗ്നോ സമർത്ഥിലെയും ഒക്കെ തന്നെ പേര് മാറ്റുക കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള പേര് കൊടുക്കുക, കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, ജെൻഡർ കൊടുക്കുക, മൊബൈൽ നമ്പർ നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കുന്ന നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുന്ന ഉറപ്പുള്ള ഒരു നമ്പർ കൊടുക്കുക. കാരണം ഇതിൽ OTP കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിജി ലോക്കറിൽ സമയത്തിന് കയറാൻ പറ്റുള്ളൂ. പിന്നെ ഇമെയിൽ ID അത് ഓപ്ഷനിലാണ്, കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. ഇനി 6 ഡിജിറ്റ് ഒരു പിന്ന് കൂടെ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും ഓർമ്മയുള്ള നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തോ, ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു 6 അക്ക പിന്ന് നിങ്ങൾക്ക് ഓർമ്മ വേണമെന്നുള്ളതേ ഉള്ളൂ. എന്തുകൊണ്ടെന്നാൽ ഇനി ഈ ഒരു അക്കൗണ്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഓരോ വട്ടവും കയറുന്നതിനായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക ഈ ഫോൺ നമ്പറും അതുപോലെ തന്നെ
നിങ്ങൾ ഈ സെറ്റ് ചെയ്യാൻ പോകുന്ന 6 ഡിജിറ്റ് പിന്നുമാണ്. ഓക്കെ, സോ ആ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ നിങ്ങൾ ഫില്ല് ചെയ്യുക. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. കാണാൻ പറ്റുന്നില്ലേ? ഡീറ്റെയിൽസ് ഒക്കെ തന്നെ കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യുക. 6 ഡിജിറ്റ് ഒരു പിന്നും വെക്കുക. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റഡ് ആവും. ഇനി അത് വെച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ. ഇവിടെ സൈൻ ഇൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, സൈൻ ഇൻ ചെയ്യാൻ. സോ സൈൻ ഇൻ കൊടുക്കുക. സൈൻ ഇൻ കൊടുത്തിട്ട് നിങ്ങളിപ്പോ യൂസ് ചെയ്ത മൊബൈൽ നമ്പർ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് ഞാനിപ്പോ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇതിനോടൊപ്പം തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. ഈ പ്രൊസീജിയേഴ്സ് നിങ്ങൾക്ക് ഇതിന്റെ ഒപ്പം തന്നെ മേ ബി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം സമയം എടുത്ത് തന്നെയാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രൊസീജിയർ വേണമെങ്കിൽ കംപ്ലീറ്റും ചെയ്യാം. നമ്മൾ അങ്ങനെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അത് ടൈപ്പ് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുമ്പോഴേക്കും നമുക്ക് പിൻ എൻ്റർ ചെയ്യാനുള്ള ഇടം വരികയാണ്. പിൻ എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ കൊടുത്ത 6 ഡിജിറ്റ് പിൻ ഇല്ലേ, അത് തന്നെയാണ് ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ നമുക്ക് സൈൻ ഇൻ ചെയ്യുന്നതിനായിട്ട് ഒരു OTP ഈ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് പോകും. ആ OTP നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിജി ലോക്കർ അക്കൗണ്ടിലേക്ക് കയറാൻ സാധിക്കും. അങ്ങനെ OTP വന്നിട്ടുണ്ട്. OTP നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഹോമിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹോമിൽ എത്തിക്കഴിഞ്ഞാൽ താഴെ വേറെയും കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. സെർച്ച് ഉണ്ട്, ഇഷ്യൂഡ് ഉണ്ട്. ഓക്കെ, ഇനി അതെല്ലാം നമുക്ക് വേണേൽ താഴോട്ട് ഡ്രാഗ് ചെയ്യാം. പക്ഷെ താഴേക്ക് ഡ്രാഗ് ചെയ്താൽ കാര്യമായിട്ടൊന്നും തന്നെ കാണാൻ പറ്റില്ല. സെർച്ച് പോയിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റുന്ന കീവേഡ് എന്ന് പറയുന്നത് APAAR ഓർ ബാർ ഉണ്ട് ABCID, അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് ID. അത് ജസ്റ്റ് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഇനി ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടുന്ന കുറച്ച് ഡീറ്റെയിൽസ് വരുന്നുണ്ട്. അപ്പൊ അതിൽ നമ്മുടെ പേര് ഓൾറെഡി വരുന്നുണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് ഓൾറെഡി വരുന്നുണ്ട്, അതുപോലെ ജെൻഡർ ഓൾറെഡി വരുന്നുണ്ട്. ഇത് ബിക്കോസ് നമ്മൾ ആദ്യമായി രജിസ്ട്രേഷൻ സമയത്ത് കൊടുത്തോണ്ടാണ്. ഡിജി ലോക്കർ രജിസ്ട്രേഷൻ സമയത്ത് കൊടുത്ത ഡീറ്റെയിൽസ് അതുപോലെ വരുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഐഡന്റിറ്റി ടൈപ്പ് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിൽ എൻറോൾമെന്റ് നമ്പർ കൊടുക്കുക. എന്നിട്ട് ആ എൻറോൾമെന്റ് നമ്പർ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. സോ എൻറോൾമെന്റ് നമ്പർ ഞാൻ ടൈപ്പ് ചെയ്യാണ്. ടൈപ്പ് ചെയ്തു. ഇനി അഡ്മിഷന്റെ ഇയർ ചോദിക്കുന്നുണ്ട്. സോ അഡ്മിഷന്റെ ഇയറും നമ്മൾ കൊടുക്കണം. ഇനി ഇൻസ്റ്റിറ്റ്യൂഷന്റെ നെയിം ആണ് ചോദിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷന്റെ നെയിം നമുക്ക് മേലെ കാണാം, സെർച്ച് ബാർ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെർച്ച് ചെയ്യാൻ സാധിക്കും. അതില് യൂണിവേഴ്സിറ്റി ഇന്ദിരാഗാന്ധി നാഷണൽ വരുമ്പോഴേക്കും ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വരും. ഓക്കെ, അതോടെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഗെറ്റ് ഡോക്യുമെന്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ APCID ക്രിയേറ്റ് ആവും. ഈ APCID നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാൻ സാധിക്കും. അതിന്റെ കൂടെ തന്നെ ഇനി എപ്പോൾ വേണമെങ്കിലും എടുത്ത് കാണുന്നതിനായിട്ട് ഇഷ്യൂഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇഷ്യൂഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് ഒക്കെ തന്നെ കാണാൻ സാധിക്കും. അതിൽ ABCID കാണാൻ പറ്റും. ഏതാണ്ട് ആധാർ കാർഡ് പോലുള്ള ഒരു കാർഡാണ്. അതിൽ ABCID എന്ന നമ്പറും അതുപോലെ നമ്മുടെ പേരും കൊടുത്തിട്ടുണ്ടാവും. ആൻഡ് വെരിഫൈഡ് എന്നുള്ള ഒരു ഓപ്ഷൻ താഴെ, അതായത് നമ്മളൊന്നും ചെയ്യേണ്ടതില്ല, അത് അതിനോടൊപ്പം തന്നെ വരുന്നതാണ്. വെരിഫൈഡ് എന്ന് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് ഓൾറെഡി ഇനി ABCID ആയി. ഇനി നമ്മൾ പോകേണ്ടത് എവിടെയാണ്? നമ്മൾ നൈസായിട്ട് ഇഗ്നോ സമർത്ഥിലേക്കാണ് പോകേണ്ടത്. എന്തുകൊണ്ടാണ്? നിങ്ങൾ പഠിക്കുന്നത് ഇഗ്നോന്റെ കീഴിലായതുകൊണ്ട് തന്നെ ഈ കിട്ടിയിരിക്കുന്ന ABCID വെച്ചിട്ട് നിങ്ങൾ ഇഗ്നോന്റെ സമർത്ഥ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് എന്തായാലും നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, ഇഗ്നോക്കാർക്ക് മാത്രമല്ല, ഇന്ത്യയിലെ ഏതൊരു യൂണിവേഴ്സിറ്റി ഉണ്ടോ NEP പ്രകാരം എല്ലാ യൂണിവേഴ്സിറ്റികളും, അംഗീകാരമുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും അവരുടെ കുട്ടികളെ ഈ പറഞ്ഞിരിക്കുന്ന ABCID വെച്ചിട്ട് അവരവരുടേതായിട്ടുള്ള യൂണിവേഴ്സിറ്റി പോർട്ടലുകളിൽ രജിസ്റ്റർ ചെയ്യിക്കണം എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഒട്ടും സമയം കളയാതെ നമുക്ക് ഇഗ്നോ സമർത്ഥ് പോർട്ടലിലേക്ക് പോവാം. അതിനായിട്ട് ഗൂഗിളിൽ കയറുക, എന്നിട്ട് ഇഗ്നോ സമർത്ഥ് എടുക്കുക. ഇഗ്നോ ignou.samarth samarth.edu.in ignosamarth.edu.in എന്നുള്ള സൈറ്റിലാണ് കയറേണ്ടത്. ഇവിടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഒരുവിധം എല്ലാവരും തന്നെ എനിക്ക് തോന്നുന്നു ഓൾറെഡി ഈ ഒരു പോർട്ടലിൽ കയറി രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരായിരിക്കും. അല്ലാത്തവർക്ക് ന്യൂ രജിസ്ട്രേഷൻ വന്നിട്ട് താഴെ ഒരു ഓപ്ഷൻ ഉണ്ട്. ന്യൂ രജിസ്ട്രേഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോഗ്രാം ഏതാണ് ആ പ്രോഗ്രാം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ പ്രോഗ്രാം സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ID കാർഡിലെ കറക്റ്റ് പേര് നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പറും കൊടുക്കുക. പിന്നെ ഒരു ക്യാപ്ച ഉണ്ട് അവിടെ. സോ ആ കാണുന്ന ലെറ്റേഴ്സ് അതേപോലെ സ്മോൾ ലെറ്റർ ആണ് സ്മോൾ ആയിട്ടും ക്യാപിറ്റൽ ആണ് ക്യാപിറ്റൽ ആയിട്ടും ഒക്കെ തന്നെ എന്ത് ചെയ്യുക, താഴെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി ഈ കാണുന്ന ക്യാപ്ച കുറച്ച് ടഫ് ആയിട്ട് തോന്നുകയാണെങ്കിൽ അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ക്യാപ്ച മാറി വരുന്നുണ്ട്. സോ ആ കാണുന്ന ക്യാപ്ച നിങ്ങൾ കൊടുക്കുക. ഏതെങ്കിലും ഒരു പ്രോഗ്രാം കൊടുക്കുക.
നിങ്ങളുടെ പേര് വീണ്ടും കൊടുക്കുക, എൻറോൾമെന്റ് നമ്പറും കൊടുക്കുക. നിങ്ങളുടെ കറക്റ്റ് എൻറോൾമെന്റ് നമ്പർ തന്നെ കൊടുക്കണം. പിന്നെ ക്യാപ്ചയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പറഞ്ഞിരിക്കുന്ന ഇഗ്നോ സമർത്ഥിലെ അക്കൗണ്ട് ക്രിയേറ്റഡ് ആവും. ആ അക്കൗണ്ടിന്റെ സൈൻ ഇൻ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി കിട്ടിയ വിവരങ്ങൾ, അതായത് പ്രധാനമായിട്ടും നമ്മുടെ നെയിമും അതുപോലെ തന്നെ എൻറോൾമെന്റ് നമ്പറും ആണ് ഇവിടെ ആവശ്യം സൈൻ ഇൻ ചെയ്യുന്നതിനായിട്ട്. സമർത്ഥിലേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും എൻറോൾമെന്റ് നമ്പറും അതിന്റെ പാസ്വേഡും അവർ ചോദിക്കുന്നുണ്ട്. സോ ഈ എൻറോൾമെന്റ് നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും കൊടുക്കുക. പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞിട്ട് താഴെ കാണുന്ന ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. സോ എൻറോൾമെന്റ് നമ്പർ എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാസ്വേഡും എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി ക്യാപ്ചയും കൂടെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖസുന്ദരമായിട്ട് ഇതിനകത്ത് കയറാവുന്നതാണ്. പക്ഷെ ക്യാപ്ച കുറച്ച് ടഫാണ്, അപ്പൊ ഞാൻ മാറ്റി കുറച്ചുകൂടെ എളുപ്പമുള്ളത് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ എൻ്റർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇഗ്നോ സമർത്ഥിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ABC ID വെച്ചിട്ട് നമ്മുടെ ഇഗ്നോ സമർത്ഥിൽ നമ്മുടെ അക്കൗണ്ട് ലിങ്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് അറിയാം നമ്മുടെ ABC ID എന്താണെന്നും നമ്മളുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സും യൂണിവേഴ്സിറ്റി തന്നെ ഇതിലേക്ക് ഇട്ടോളും, നമ്മുടെ ഡിജി ലോക്കർ അക്കൗണ്ടിലേക്ക് ഇട്ടോളും. അങ്ങനെ ഹോമിൽ കയറിയാൽ തന്നെ അവിടെ ഒരു ലിങ്ക് കൊടുത്തിരിക്കും, നിങ്ങൾക്ക് കാണാം. അതായത് 2-3 ലിങ്ക് ഉണ്ട്. അനൗൺസ്മെന്റ് എന്ന പേരിൽ സർവേ ഓൺ ഇൻസൈറ്റ്സ് ഫ്രം ലേണേഴ്സ് ഓൺ ഓൺലൈൻ ലേണിംഗ് ആൻഡ് NME ICT ഇനീഷ്യേറ്റീവ്സ്, ക്രിയേറ്റ് ഓർ ലിങ്ക് യുവർ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് അക്കൗണ്ട് ഫോർ പ്രോഗ്രാം റീ രജിസ്ട്രേഷൻ, ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ എന്ത് അന്വേഷിച്ചാണ് ഇവിടെ വന്നിട്ടുള്ളത് അതിന്റെ ആ ലിങ്ക് അവിടെ കൃത്യമായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കീ ഫീച്ചേഴ്സ് ഒക്കെ പറയുന്നുണ്ട്. കീ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്ന ഓൺലൈൻ സെൻട്രലൈസ് സിസ്റ്റം, ക്രെഡിറ്റ് ഓഡിറ്റ് ട്രയൽ മാനേജ്മെന്റ്, ക്രെഡിറ്റ് അക്കൗണ്ടിംഗ്, റെക്കഗ്നൈസ്ഡ് ലേണിംഗ് അച്ചീവ്മെന്റ്സ്. ഇത് ഏറ്റവും സിമ്പിൾ ആക്കി പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഡിഗ്രി എടുക്കുന്നത് ഇഗ്നോയിൽ നിന്നാണ്, പക്ഷെ നിങ്ങൾ PG എടുക്കാൻ പോകുന്നത് മേ ബി ഇഗ്നോയിൽ നിന്നായിരിക്കും, അല്ല മറ്റൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്നായിരിക്കാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ ഡിഗ്രിക്ക് എന്തൊക്കെ പഠിച്ചു, വേണ്ടത്രയും ക്രെഡിറ്റ്സ്, PGക്ക് പോകണമെങ്കിൽ നിങ്ങൾ ഇത്ര ക്രെഡിറ്റ് കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ള റിക്വയർമെന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ യൂണിവേഴ്സിറ്റി എയിൽ നിന്ന്, അതായത് ഇഗ്നോയിൽ നിന്ന് നടുവിൽ ഒരു മിഡിൽമെൻ ആയിട്ട് എന്തുണ്ടാവും? ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ABC ക്രെഡിറ്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഡിജി ലോക്കർ ഉണ്ടെന്ന് പറയാം. ഈ ഡിജി ലോക്കറിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ ജോലി തരുന്നതിനായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ PG വിദ്യാഭ്യാസത്തിനായിട്ടോ ഒക്കെ തന്നെ നിങ്ങളെ ആരാണോ എംപ്ലോയ് ചെയ്യാൻ നോക്കുന്നത്, ആരാണോ നിങ്ങളെ അഡ്മിറ്റ് ചെയ്യാൻ നോക്കുന്നത് സ്റ്റുഡന്റ് ആയിട്ട്, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ഈ ക്രെഡിറ്റ്സിനെയും നിങ്ങളുടെ ഈ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് മൊത്തമായി തന്നെ ചെക്ക് ചെയ്യാൻ സാധിക്കും. സോ ഈ പറഞ്ഞിരിക്കുന്ന A എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നമ്മളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ തന്നെ ഡിജി ലോക്കറിലേക്ക് എത്തുന്നു. എന്നിട്ട് ഈ ഡിജി ലോക്കറിൽ നിന്ന് B എന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇത്രയാണ് പരിപാടി. അത് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പഴയ യൂണിവേഴ്സിറ്റിക്ക് നമ്മുടെ ക്രെഡിറ്റ്സിൽ, അല്ലെ പഴയ യൂണിവേഴ്സിറ്റിയുടെ ക്രെഡിറ്റ്സ് അവർ കീപ്പ് ചെയ്യുന്നതായിരിക്കില്ല. ആസ് ഇൻ അത് എപ്പോഴും അവിടെ അവൈലബിൾ ആയിരിക്കും, പക്ഷെ അതിന്റെ ട്രാക്ക് ചെയ്യാനുള്ള മെക്കാനിസം പുതിയ യൂണിവേഴ്സിറ്റിയിലേക്ക് മാറിയിട്ടുണ്ടാവും. പിന്നെ പുതിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഫെർദർ നിങ്ങൾ പഠിക്കുന്ന അനുസരിച്ച് നിങ്ങളുടെ ABC IDയുടെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ കളക്ട് ചെയ്യേണ്ടതും ഫോളോ അപ്പ് ചെയ്യേണ്ടതും. അത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി ഇവിടെ ചെയ്യാനുള്ളത് ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം, ക്ലിക്ക് ഹിയർ ടു ലിങ്ക് ഓർ ക്രിയേറ്റ് യുവർ ABC അക്കൗണ്ട് എന്നുള്ളത്. സോ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ടുപോകുന്ന മറ്റെവിടേക്കുമല്ല, ഡിജി ലോക്കറിലേക്ക് തന്നെയാണ് വീണ്ടും നിങ്ങളെ കൊണ്ടുപോകുന്നത്. അങ്ങനെ നമ്മൾ വീണ്ടും ഡിജി ലോക്കറിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ മൊബൈൽ നമ്പർ ആണ് അവർ ആവശ്യപ്പെടുന്നത്. സോ മൊബൈൽ നമ്പർ വീണ്ടും കൊടുക്കുക. അങ്ങനെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നമ്മൾ നെക്സ്റ്റ് ചെയ്യുകയാണ്. നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ 6 ഡിജിറ്റ് സെക്യൂരിറ്റി പിൻ ചോദിക്കുന്നുണ്ട്. ഇനി ഇതിന് പകരം നിങ്ങളുടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോണിലെ നമ്പർ തന്നെ, അല്ലെങ്കിൽ ആ നിങ്ങൾ കൊടുത്ത നമ്പറിലെ സിം ഈ ഫോണിൽ തന്നെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളോട് നേരിട്ട് ഈ നമ്പറും പിന്നും ഒന്നല്ല ചോദിക്കുക, നിങ്ങളോട് ഒരു OTP മാത്രമേ ചോദിക്കുള്ളൂ. സോ ഡിജി ലോക്കർ അങ്ങനെയായിരിക്കും നിങ്ങളോട് ചോദിക്കുക. അപ്പൊ നിങ്ങളോട് അന്നേരം ഫോൺ നമ്പർ ഒന്നല്ല ചോദിക്കുക, OTP ചോദിക്കും. OTP വരുന്നത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അതിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾ മാനുവലി എൻ്റർ ചെയ്താലും നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇതിലേതായാലും ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഫോണിലല്ല ഈ സിം ഉള്ളത്, അതുകൊണ്ട് തന്നെ വേറൊരു സിമ്മിൽ നമ്മൾ എന്ത് ചെയ്യണം? പിന്നും അതുപോലെ ഫോൺ നമ്പർ കൊടുക്കുകയും വേണം, അതുപോലെ തന്നെ സെക്യൂരിറ്റി പിന്നും നമ്മൾ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. ആ പിന്ന് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ OTP പോകുന്നതായിരിക്കും. ആ OTP വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഡിജി ലോക്കർ അക്കൗണ്ടിലേക്ക് സൈൻ ഇൻ ചെയ്യാം. നിങ്ങൾ ഈ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്കാണ് OTP വരിക. അതുകൊണ്ട് തന്നെ ആ ഫോൺ, ഏത് ഫോണാണോ നിങ്ങളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോണാണെങ്കിൽ അത്രയും നല്ലത്. ഇനി മറ്റൊരു ഫോണിലേക്കാണ് OTP പോകുന്നതെങ്കിൽ ആ ഫോൺ അടുത്ത് വെക്കുക. OTP ആയതുകൊണ്ട് തന്നെ അധികം സമയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കളയാൻ പറ്റില്ല. കിട്ടിയ ഉടനെ തന്നെ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. അത് കൃത്യമായി തന്നെ എൻ്റർ ചെയ്യാനും ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ OTP എൻ്റർ ചെയ്തിരിക്കുകയാണ്. OTP എൻ്റർ ചെയ്യുമ്പോഴേക്കും
ഇവിടെ ഇഷ്യൂ ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിൽ ഇവർ ചോദിക്കുന്നത് കൺസെന്റ് ആണ്, നമ്മുടെ സമ്മതം ചോദിക്കുകയാണ്. ഈ കൺസെന്റ് ഫോമിൽ ആക്ച്വലി നമ്മളോട് പെർമിഷൻ ചോദിക്കുന്നത്, ഇത് കൊടുത്തോട്ടെ എന്ന് ചോദിക്കുന്നത് ഡിജി ലോക്കർ ആണ്. കൊടുക്കുന്നത് ആർക്കാണ്? ഇഗ്നോയിനാണ്. ഇഗ്നോയിന് ഈ നമ്മുടെ ഡിജി ലോക്കറിലുള്ള ഏതൊക്കെ ഡോക്യുമെന്റ്സിന്റെ ആക്സസ് കൊടുക്കണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. അപ്പൊ ഇവിടെ നമ്മൾ കൺസെന്റ് കൊടുക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ആധാറിന് മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ. പാനും അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ഒന്നും കൊടുക്കണമെന്നില്ല. സോ ആധാർ കാർഡ് സെലക്ട് ചെയ്യുക. അങ്ങനെ ആധാർ കാർഡ് കൊടുത്ത ശേഷം താഴേക്ക് വന്നിട്ട് നമുക്കിവിടെ അലോ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. അങ്ങനെ ഈ അലോ കൊടുക്കുന്നതോടുകൂടി സ്വാഭാവികമായിട്ടും ആ ഡീറ്റെയിൽസ് ഇഗ്നോയിന് കൂടെ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ നമുക്ക് കാണാം നല്ലൊരു മെസ്സേജ് ഉണ്ട്, പച്ച ടിക്ക് ഒക്കെ ഉണ്ട്, ഗ്രേറ്റ് ABC ഡീറ്റെയിൽസ് സബ്മിറ്റഡ്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം തിരിച്ച് നമ്മൾ വന്നിരിക്കുന്നത് ഇഗ്നോ സമർത്ഥ് പോർട്ടലിലാണ്. ഇഗ്നോ സമർത്ഥ് പോർട്ടലിൽ ഇനി നിങ്ങൾ കയറി നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഓൾറെഡി ABC ഡീറ്റെയിൽസ് സബ്മിറ്റഡ് ആണെന്നുള്ളതാണ്. സോ അതുകൂടെ നമുക്കൊന്ന് നോക്കാം. പുറത്തിറങ്ങിയിട്ട് നമുക്ക് ഒന്നുകൂടെ ഇതിനകത്ത് കയറി നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ആ വിവരം നമുക്കവിടെ കാണാൻ പറ്റും. എൻറോൾമെന്റ് നമ്പർ കൊടുക്കുക, അതുപോലെ പാസ്വേഡും കൊടുക്കേണ്ടതുണ്ട്, പിന്നെ ക്യാപ്ചയും. മൂന്നും കൊടുത്തു കഴിഞ്ഞ് നമ്മൾ എത്തുന്നത് ഹോമിലേക്കാണ്. ഹോമിൽ തന്നെ നമ്മൾ നേരത്തെ കണ്ട നമ്മൾ ആ ക്ലിക്ക് ചെയ്ത ലിങ്ക് തന്നെ എടുത്തു നോക്കുക. ക്രിയേറ്റ് ഓർ ലിങ്ക് യുവർ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് ABC അക്കൗണ്ട്. അത് ജസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും യുവർ ABC അക്കൗണ്ട് ഹാസ് ബീൻ സക്സസ്ഫുള്ളി ലിങ്ക്ഡ്, യുവർ ABC അക്കൗണ്ട് നമ്പർ ഈസ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ABC അക്കൗണ്ട് നമ്പർ അവർ തരുന്നുണ്ട്. അപ്പൊ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഒരു 10 അല്ലെ 15 മിനിറ്റ് സമയമെടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിൽ കൊടുക്കുന്ന ഡീറ്റെയിൽസ് കൃത്യമാണെന്നുള്ളത് ഉറപ്പുവരുത്തുക. അതോടൊപ്പം തന്നെ ആധാർ കാർഡിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ആധാറിലെയും അതുപോലെ തന്നെ ഇഗ്നോയിലെയും ഡീറ്റെയിൽസ് സെപ്പറേറ്റ് ആണെങ്കിൽ അപ്ലിക്കേഷൻ മുന്നോട്ട് പോയി വരില്ല. ചിലപ്പോൾ ഒരു ഡോട്ട് ഒക്കെ ആയിരിക്കും. ഇപ്പം അഭയ് PK എന്നാണ് പേരെങ്കിൽ പിയുടെയും കെയുടെയും ഇടയിൽ ആക്ച്വലി 10th ക്ലാസ് സർട്ടിഫിക്കറ്റിലും ഇഗ്നോ സമർത്ഥിലൊക്കെ തന്നെ നിങ്ങൾ കൊടുത്തതിൽ ഒരു ഡോട്ട് ഉണ്ടായിരുന്നിരിക്കാം. ആധാറിലേക്ക് വന്നപ്പോൾ ചിലപ്പോൾ ആ ഡോട്ട് ഇല്ലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യുക, ആധാർ കാർഡിൽ പോയിട്ട് എങ്ങനെയാണോ നിങ്ങളുടെ 10th ക്ലാസ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എങ്ങനെയാണോ നിങ്ങളുടെ ഇഗ്നോ സമർത്ഥിലെ നിങ്ങളുടെ പേരുള്ളത് അതുപോലെ തന്നെ പേരും മറ്റ് ഡീറ്റെയിൽസും ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ പിന്നെ യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല, നിങ്ങൾക്ക് ഡിജി ലോക്കറിലും രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഇഗ്നോ സമർത്ഥ് കയറിയിട്ട് അത് ലിങ്ക് ചെയ്യാനും സാധിക്കും. ABC ID ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ കുറഞ്ഞ മിനിറ്റുകളുടെ മാത്രം ഒരു പരിപാടിയായിട്ട് മാറുകയും ചെയ്യും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു കാര്യം, നിങ്ങൾക്കറിയാം ഈ വരുന്ന ജൂൺ 2024 എക്സാമിൽ എന്തായാലും ABC ID വേണം എന്നുള്ള നിർബന്ധമാണ് ഇഗ്നോ സംബന്ധിച്ച്. ഞാൻ പറഞ്ഞല്ലോ എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും ഉള്ളതാണ്, പക്ഷെ ഇഗ്നോ സംബന്ധിച്ച് അവർ എന്തായാലും നോട്ടിഫിക്കേഷൻ ഒക്കെ തന്നെ റിലീസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ എന്തെങ്കിലുമൊക്കെ തന്നെ മിസ്റ്റേക്സ് ഒക്കെ വരികയാണെങ്കിൽ കറക്റ്റ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഒരു ചെറിയ ടൈം വേണം. അതുകൊണ്ട് ഇപ്പോഴേ അപ്ലൈ ചെയ്ത് തുടങ്ങുക. ആധാർ കാർഡും ഒക്കെ തന്നെ ക്ലിയർ ആണെന്നുള്ള ഉറപ്പ് വരുത്തുക. സോ ദാറ്റ് നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ ജൂണിലെ എക്സാം നല്ല സുഖസുന്ദര എഴുതുന്നതിന് ഇപ്പോഴേ ABC ID ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നും അത് ഇഗ്നോ സമർത്ഥിൽ കയറി ലിങ്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു കാര്യം ഉറപ്പുവരുത്തുക. സോ ഇത്രയുമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് ഇനിയുള്ള സംശയങ്ങളും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക് യു.